SSLC +2 വിജയികളായ വിദ്യാർത്ഥികൾക്കായി ഉദ്യോഗ യോജന മിഷൻ കേരളത്തിലുടനീളം വൻ തൊഴിൽദായക തുടർപഠന വിദ്യാഭ്യാസ ധനസഹായ പദ്ധതി നടപ്പിലാക്കുന്നു. ദേശീയ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിവിധ കോഴ്സുകൾക്ക് പുറമെ മറൈൻ ആൻഡ് കണ്ടെയ്നർ ഇൻസ്പെക്ഷൻ കോഴ്സിനും പ്രവേശനം ആരംഭിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള പ്രധാനപ്പെട്ട സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാവും പ്രവേശനം നൽകുക. വിദ്യാർത്ഥികൾക്ക് മികച്ച അധ്യയനവും വിദഗ്ധ മാർഗനിർദ്ദേശങ്ങളും നൽകി പഠനം പൂർത്തിയാക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനാവശ്യമായ സഹായ സഹകരണങ്ങളും ലഭ്യമാക്കും. യുവാക്കൾക്ക് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും കൂടുതൽ തൊഴിലവസരങ്ങളും ഉയർന്ന ശമ്പളവും ലഭിക്കുന്ന മേഖലകൾ ഏതെന്ന് സർവേ നടത്തി കണ്ടെത്തി ആ മേഖലകളിൽ തൊഴിൽ ലഭിക്കുന്ന കോഴ്സുകൾക്ക് ഉയർന്ന മൂല്യമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതിക്കാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. സർവേയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന മേഖലയാണ് കപ്പൽ നിർമ്മാണ, തുറമുഖ, ഗതാഗത, വ്യവസായ മേഖല. അതിന് അനുയോജ്യമായ കോഴ്സാണ് മറൈൻ ആൻഡ് കണ്ടെയ്നർ ഇൻസ്പെക്ഷൻ കോഴ്സ്. ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തുടർപഠനം സാധ്യമാകുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന തുക ഫീസ് ഇളവും ലഭിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ തൊഴിൽ നൈപുണ്യ വികസന പദ്ധതികളുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനൂതനമായ ഈ കോഴ്സിലേക്ക് പ്രവേശനം നേടുന്നവർക്ക് മികച്ച അധ്യയനവും സാങ്കേതിക പരിജ്ഞാനവും വ്യക്തിത്വ അഭിമുഖ പരിശീലനവും നൽകുന്നതിനാൽ പഠനം പൂർത്തിയാക്കുന്നവർക്ക് ഈ മേഖലയിൽ തൊഴിൽ നേടുവാനുള്ള പ്രാപ്തിയും അറിവും ലഭിക്കും. എല്ലാ രാജ്യങ്ങളിലുമുള്ള തുറമുഖങ്ങളിലും കപ്പൽ നിർമ്മാണശാലകളിലും കണ്ടെയ്നർ ടെർമിനലുകളിലും ഡോക്യാർഡുകളിലും വാണിജ്യ വ്യവസായ മേഖലകളിലും വൻ നിക്ഷേപവും വളർച്ചയും വരുന്നതിനാൽ സാങ്കേതിക പരിജ്ഞാനവും കഴിവുമുള്ളവർക്ക് തൊഴിൽ ലഭിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല. അത്രയേറെ അവസരങ്ങളാണ് നിലവിലുള്ളതും വരാൻ പോകുന്നതും. ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ മറൈൻ ആൻഡ് കണ്ടെയ്നർ ഇൻസ്പെക്ഷൻ കോഴ്സ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ്. ഭൂമിയുടെ ആകെ വിസ്തൃതിയിൽ 71% കടലാണ്, 29% മാത്രമാണ് കരയുള്ളത്. ഇക്കാരണത്താൽ ഇന്ത്യയും ലോകരാജ്യങ്ങളും കപ്പലുകളുടെയും തുറമുഖങ്ങളുടെയും അനുബന്ധ വ്യവസായങ്ങളുടെയും കണ്ടെയ്നർ ടെർമിനലുകളുടെയും വളർച്ചയ്ക്കായി വൻതോതിലുള്ള അടിസ്ഥാന നിക്ഷേപ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം ഒരു ഉദാഹരണമാണ്. ഇതുമായി ബന്ധപ്പെട്ടു വരുന്ന തൊഴിൽ അവസരങ്ങൾക്ക് അനുയോജ്യമായാണ് പാഠ്യവിഷയങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മേഖലകളിൽ സാങ്കേതിക പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമുള്ള തൊഴിലാളികളെ ആവശ്യത്തിന് ലഭിക്കാത്ത സാഹചര്യവും നിലവിലുണ്ട്. ഈ അനേകം തൊഴിലവസരങ്ങളും സാധ്യതകളും മനസ്സിലാക്കിയാണ് ഉദ്യോഗ് യോജന മിഷൻ ഇങ്ങനെയൊരു സമഗ്രമായ തൊഴിലധിഷ്ഠിത തുടർപഠന സഹായ പദ്ധതിക്ക് രൂപം നൽകിയത്. 1 വർഷ കാലാവധിയുള്ള ഈ ഒരു കോഴ്സ് മാത്രം വിജയകരമായി പൂർത്തിയാക്കിയാൽ തുറമുഖങ്ങളിലും ഡോക്യാർഡുകളിലും കപ്പൽ നിർമ്മാണശാലകളിലും കണ്ടെയ്നർ ടെർമിനലുകളിലും തൊഴിൽ നേടുക വഴി ലഭിക്കുന്ന അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ യാത്രാ കപ്പലുകളിലും വ്യാപാര കപ്പലുകളിലും വരുന്ന തൊഴിലവസരങ്ങൾക്ക് പുറമെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 20ലധികം വ്യവസായ വാണിജ്യ മേഖലകളിൽ തൊഴിൽ നേടുന്നതിനാവശ്യമായ അക്കാഡമിക് തൊഴിൽ പരിശീലനവും ലഭിക്കും. മെക്കാനിക്കൽ ഫിറ്റർ, മറൈൻ ഇലക്ട്രോണിക് എക്വിപ്മെന്റ്, മെക്കാനിക്കൽ, ഡീസൽ എഞ്ചിൻ, ബോട്ട് എഞ്ചിൻ മെയിന്റനൻസ്, ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് കട്ടിംഗ്, ഇലക്ട്രിക്കൽ, എയർ കണ്ടീഷനിംഗ്, റെഫ്രിജറേഷൻ, ഫയർ ആൻഡ് സേഫ്റ്റി എന്നിങ്ങനെയാണ് കോഴ്സിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട പാഠ്യവിഷയങ്ങൾ. എല്ലാ ജില്ലകളിലെയും ഓരോ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പരിധിയിൽ നിന്നും 100 സീറ്റുകൾ വീതം സംവരണം ചെയ്തിട്ടുണ്ട്. യോഗ്യത SSLC +2, പോളി, ITI, ഡിഗ്രി തത്തുല്യം. പ്രായപരിധി 28 വയസ്സ്. കുടുംബശ്രീ അംഗങ്ങളുടെയും സാധാരണക്കാരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും മറ്റു വിഭാഗക്കാരുടെയും മക്കൾക്ക് മുൻഗണനയോടെ നിശ്ചിത സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. നേരിട്ടുള്ള അഭിമുഖത്തിനു ശേഷം നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും പ്രവേശനം. ഉദ്യോഗ യോജന മിഷൻ തൊഴിൽദായക തുടർപഠന വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ മറ്റു വിവരങ്ങൾ അറിയുന്നതിനും ആനുകൂല്യങ്ങളോടെ പ്രവേശനം നേടുന്നതിനുമായി ഉദ്യോഗ യോജന മിഷന്റെ അതാത് ജില്ലാ കേന്ദ്രങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക.